ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഞാനെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ബാലരാമപുരത്ത് വെടിവെച്ചാൻ കോളിന്റെ അടുത്തായിട്ട് മുടവർപ്പാറ എന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. വന്നിട്ടുള്ളത് തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു യൂസ്ഡ് കാറിന്റെ ഷോറൂമിലാണ്. അതായത് നമ്മുടെ മഹേന്ദ്ര ഉണ്ടല്ലോ, അതായത് മഹേന്ദ്ര ഡീലർഷിപ്പിന്റെ ഓൺ സബ് ബ്രാൻഡ് ആയിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞ ഷോറൂമാണ് കേട്ടോ. അതായത് ഇത് മഹേന്ദ്ര ഡീലർഷിപ്പിന്റെ ഓൺ ബ്രാൻഡ് ആണ്. ഫസ്റ്റ് ചോയ്സ് എന്നാണ് പേര് കേട്ടോ. ഈ ഷോറൂമിന്റെ പേര് കാർ ആൻഡ് ബൈക്ക് എന്നാണ്. അവരുടെ തന്നെ സബ് ഡീലർഷിപ്പ് ആണ്. അവരുടെ വേറെ ഡീലർഷിപ്പിലേക്ക് എടുക്കുന്നതാണ് കേട്ടോ. സോ അവിടെയാണ് ഞാൻ എന്നുള്ളത് കാര്യം മനസ്സിലാക്കണമല്ലോ. യൂസ്ഡ് കാറിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ യൂസ്ഡ് കാറിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ ആണ് യൂസ്ഡ് കാറിനെ പറ്റിയുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് നമ്മളെ ചാനലിൽ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇത് സക്സസ് ആവും അല്ലെങ്കിൽ ഒത്തിരി പേര് കാണും എന്നൊന്നുമല്ല, പക്ഷെ എനിക്ക് ചെയ്യാനൊരു ആഗ്രഹം ഈ വീഡിയോ ഇട്ട് കുറച്ച് റീച്ച് കയറുമോ ഇല്ലയോ അല്ലെങ്കിൽ കയറുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊര, അത്രേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കി കേട്ടോ. പിന്നെ ആദ്യത്തെ വീഡിയോ ആണ്, അതായത് ആദ്യമായിട്ടാണ് ഒരു യൂസ്ഡ് കാറിന്റെ അല്ലെങ്കിൽ യൂസ്ഡ് ബൈക്കിന്റെ ഇവിടെ യൂസ്ഡ് കാറിന്റെ ഒരു വീഡിയോ ചെയ്യണം. അപ്പം പോരായ്മകളൊക്കെ കാണും, അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. നമുക്ക് വരും വീഡിയോസിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും തുടങ്ങാം. ഈ ബ്രോയാണ് നമുക്ക് പേര്, വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ബ്രോ, പേരെങ്ങനെയാണ്? എന്റെ പേര് ജയൻ. ഓക്കെ, നമുക്ക് ഇവിടത്തെ ഷോറൂമിന്റെ പ്രത്യേകത എന്താണ്? ആദ്യം തന്നെ ഇവിടത്തെ ഷോറൂമിന്റെ പ്രത്യേകത നമുക്ക് ഇവിടെ 2 വർഷത്തെ വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. എല്ലാ വണ്ടിക്ക് 2 വർഷത്തെ വാറന്റി പ്രൊവൈഡ്. ഷോപ്പ് വാറന്റി വരുന്നത് അത് ഷോപ്പ് വാറന്റി നമ്മളെ മഹേന്ദ്ര വാറന്റിയാണ്. പിന്നെ 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ വാറന്റിയും റോഡ് സൈഡ് അസിസ്റ്റൻസ് ഓൾ ഇന്ത്യ കിട്ടുന്നുണ്ട്. ഇത് മഹേന്ദ്ര ഷോറൂം ആയതുകൊണ്ട് എല്ലാം ഓൾ ഇന്ത്യ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ബഡ്ജറ്റ് റേഞ്ച് വണ്ടികളോട്ട് അത്യാവശ്യം പ്രീമിയം വണ്ടികൾ വരില്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇത് ഓൾട്ടോ അല്ലേ? ഇത് ഓൾട്ടോ ആണ്. മോഡലും കാര്യം 800 cc ആണ് വണ്ടി. 800 cc ആണ് ഓൾട്ടോ. 800 ഓൾട്ടോ 1000 ഉണ്ടല്ലേ? 1000 ആണ്. അത് കേട്ടൺ ആണ്. 1000 cc കേട്ടൺ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2021 മോഡലാണ്. 2021 മോഡലാണ്. ഓക്കെ, ഇത് വരുമ്പോ LXI ആണ് വരുന്നത്. LXI വാറന്റി ആണ് വരുന്നത്. വണ്ടി LXI ആണല്ലേ? ഓക്കെ, നമുക്ക് ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ് ബ്രോ? ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 40,000 കിലോമീറ്റർ. 2021 മോഡൽ അല്ലേ? 21 മോഡൽ. ഓക്കെ, 2021 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഓൾട്ടോ LXI ആണ്. 800 cc വണ്ടിയാണ് കേട്ടോ. ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റീരിയറും സീറ്റ് ക്വാളിറ്റി ഒക്കെ തന്നെ ഉണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ? നമ്മുടെ ഷോപ്പിന്റെ റേറ്റ് വിത്ത് വാറന്റി വരെ 3.25 അടുപ്പിച്ച് വരും. വിത്ത് വാറന്റി 3.25. ഓക്കെ. ഇതിനും നമ്മുടെ 2 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഏതാണ്? അടുത്തത് ഓൾട്ടോ തന്നെ അല്ലേ? ആൾട്ടോ കേട്ടൺ. ഇത് 1000 cc ആണ്. ഓ, ഇത് 1000 cc ആണല്ലേ? ഓക്കെ, കേട്ടൺ ആണ്. 1000 cc വരണം. ഓക്കെ, ഈ കിടക്കുന്നത് ആൾട്ടോ കേട്ടൺ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് നമ്മുടെ 200 ചെക്ക് പോയിന്റ്സ് ചെക്ക് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ആണ്. ഈ QR കോഡ് കസ്റ്റമേഴ്സിന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ എന്തൊക്കെ ചെക്ക് പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടുള്ളത് കസ്റ്റമറെ ഫോണിൽ കാണാൻ പറ്റും. ഓക്കെ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2023 11 മാസം വണ്ടി. 2023 11 മാസം അല്ലേ? അതായത് കുറച്ച് മാസമായിട്ടുള്ളൂ വണ്ടി. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 4000 കിലോമീറ്റർ. വെറും 4000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. ഇതെന്താണ്? അതായത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. അതായത് ആൾട്ടോ കേട്ടണിലെ ഫുൾ ഓപ്ഷൻ VXI പ്ലസ് വരും. ഓക്കെ, അകത്ത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വരുന്നതാണല്ലേ? അതെ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, നമ്മുടെ AC വെൻസ്, അതായത് പ്രീമിയം ഫിനിഷിലോട്ട് തന്നെ വരുന്നുണ്ട്. OG സീറ്റ് കവർ ആണ് കേട്ടോ, അതായത് കമ്പനി സീറ്റ് കവർ ആണ്. ബാക്കിലത്തെ സീറ്റ് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ആണ് ബാക്കിലുള്ള. ഇത് വെറും 4000 കിലോമീറ്റർ മാത്രം ഓടി എന്ന് പറയുമ്പോൾ 4000 കിലോമീറ്റർ ഓടി നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. ഓ, ഇതൊക്കെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. നമ്മൾ SUV ടൈപ്പ് വണ്ടികൾ, വലിയ വണ്ടികൾ എടുക്കുന്നപ്പോൾ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. ഇതുപോലെ ലോ കിലോമീറ്റർ വണ്ടികളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് ഇതൊരു എടുത്താൽ കുറച്ച് മുതലാവില്ല, കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടൂലേ? ഏതാണ്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ കുറച്ചാണ് ഇട്ടേക്കുന്നത് പുതിയ വണ്ടിയേക്കാളും. ഓക്കെ. ഈ ഒരു വണ്ടി വരുന്നത് KL 53 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. സോ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ? ഇത് നമുക്ക് 5-10 വരുന്നുണ്ട്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 5-10 ആണ് റേറ്റ് വരുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടൺ ആണ്. 1000 cc ആണ്. 2023 മോഡലാണ്. 4000 കിലോമീറ്റർ ആണ് കേട്ടോ. 5-10 ഇതിന്റെ ഇവിടെ നിന്നുള്ള റേറ്റ് വരുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യങ്ങളും, ഇവിടുത്തെ ലോണും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് 30ഓളം ഫിനാൻസ് വരെ ടൈപ്പുകളുണ്ട്.
30ഓളം ഫിനാൻസുകളുണ്ട്. 30ഓളം ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. നാഷണലൈസ്ഡ് ബാങ്ക് ഉൾപ്പെടെ 30ഓളം ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പം ഏത് കസ്റ്റമറിന് ഏത് ഫിനാൻസ് ആണോ ഇവിടെ എടുത്തു കൊടുക്കാനായിട്ട്? നമ്മൾ സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കിടക്കുന്ന എല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കും. എങ്ങനെ സീറോ ചെയ്യുന്നത് കസ്റ്റമർ പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തിരിക്കും. അവരുടെ സിബിൽ ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷനുകൾ ഡിപെൻഡ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കിടക്കുന്നത് കിഡ് ആണല്ലേ? എല്ലാം കിട്ടും. 3 കിഡ് ഒരുമിച്ച് കിടക്കണം. ഒരെണ്ണം അങ്ങറ്റം കിടക്കുന്നത് ഓട്ടോമാറ്റിക് ആണ്. അങ്ങറ്റം കിടക്കുന്ന കിഡ് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ. ഇതിന്റെ റേറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? അങ്ങറ്റം കിടക്കുന്നത് 2020 വണ്ടിയാണ്. 2020 വണ്ടി, വെറും 4 വർഷം പഴക്കം. 4 വർഷം പഴക്കമുള്ളൂ. 50,000 കിലോമീറ്റർ ആണ്. ഇതിനും ഷോപ്പ് വാറന്റി ഉണ്ടല്ലോ? ഷോപ്പ് വാറന്റി ഉണ്ട്. ഈ കിഡ് 2 ടൈപ്പ് വണ്ടിയില്ലേ? 1000cc 800cc ഉണ്ട്. ഓക്കെ. ഇത് ഈ കിടക്കുന്നത് ഓട്ടോമാറ്റിക് 1000cc ആണല്ലേ? ഓട്ടോമാറ്റിക് 1000cc വരുന്നത്. ഓക്കെ 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 ഓക്കെ. ഇതിന്റെ റേറ്റും ഇത് ഒരു 445 വരും. 445 കിലോമീറ്റർ 50,000. 50,000. 2020 വണ്ടി അല്ലേ? 2020 50,000 കിലോമീറ്റർ ഓടിയത്. 445 രൂപയാണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി കേട്ടോ. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് എന്തായാലും അടുത്ത കിഡിലോട്ട് പോയാലോ? അടുത്ത കിഡ്, ഈ കിടക്കുന്ന കിഡ് ഏതാണ് ബ്രോ? ഇത് 2018 വണ്ടി. 2018 വണ്ടിയാണ്. RXT ഫുൾ ഓപ്ഷൻ ആണ്. ഓ, ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഇതും 1000cc അല്ലേ? 1000cc ആണ്. ഓക്കെ. 3000cc ആണ്. 1000cc ആണ്. 3 റെഡ് കളർ തന്നെയാണ്. റെഡ് കളർ. സെക്കൻഡ് ഓണർഷിപ്പ് വരും. അത് ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന് വാറന്റി എല്ലാം ഉണ്ടോ? 40,000 കിലോ വാറന്റി ഒക്കെ ഉണ്ട്. തേർഡ് ഓണർഷിപ്പ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പിന് വാറന്റി കിട്ടും. തേർഡ് ഓണർഷിപ്പിന് വാറന്റി കിട്ടില്ല. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് വന്നിട്ട് 2018 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 43,000 കിലോമീറ്റർ. 2018 സെക്കൻഡ് ഓണർഷിപ്പ്, 43,000 കിലോമീറ്റർ. റേറ്റ് എങ്ങനെയാണ്? 3.5 വരും. 3.5 ലക്ഷം രൂപയാണ് ഗൈസ്. അടുത്ത ഈ കിടക്കുന്ന കിഡ്, ഇത് RXT ആണ്. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഇത് രണ്ടും ഫുൾ ഓപ്ഷൻ ആണ്. ഫേസ് ലിഫ്റ്റ് ചെയ്തെന്ന് വെച്ച് പറയുമ്പോൾ ഹെഡ്ലൈറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ചെറിയ വലിപ്പമുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് കുറച്ച് മോഡ് ചെയ്ത വണ്ടിയാണ്. അതെ. അപ്പം ഗൈസ്, ഈ കിടക്കുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റൂല. ഹെഡ്ലൈറ്റ് നോക്കിയാൽ മനസ്സിലാവും. കണ്ട, അതായത് മോഡ് ചെയ്ത വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു കണ്ട, ഇതാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. മോഡ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. നമ്മുടെ മറ്റേ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സാധാ നമ്മുടെ കിഡിന് വരുന്ന ഹെഡ്ലൈറ്റ്. അതിനെ മോഡ് ചെയ്ത് ഈ ഒരു മോഡലിലാക്കിയതാണ് കേട്ടോ. അപ്പൊ ബ്രോ, ഇതിന്റെ റേറ്റ്? ഇത് വന്നിട്ട് 445 വരും. 2021 വണ്ടി. 2021 വണ്ടി. കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 440 വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കിഡ് ഈ 3 തന്നെയാണോ? അതിന് വേറെ കിഡ് ഓട്ടോമാറ്റിക് ഉണ്ട്. അകത്തൊരു വൈറ്റ് കളർ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, അതിലോട്ട് നമുക്ക് പോവാം. ഈ കിടക്കുന്ന ഓൾട്ടോ കേട്ടണല്ലേ? കേട്ടനാണ്. അതായത് 1000cc ആണ്. ഓക്കെ. ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2022 വണ്ടിയാണ്. 2022 വണ്ടി. 20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇവിടെ മാക്സിമം ഈ ഓണർഷിപ്പ് കുറഞ്ഞ വണ്ടികളെ മാക്സിമം എടുക്കത്തുള്ളൂ. നമ്മളെ സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ ഈ ഓണർഷിപ്പ് കൂടി വരുന്ന വണ്ടികൾ എക്സ്ചേഞ്ച് അടിച്ച് വരുന്ന വണ്ടികളാണ്. എക്സ്ചേഞ്ച് അടിച്ച് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് 2022 വണ്ടി. 20,000 കിലോമീറ്റർ. 2022 20,000 കിലോമീറ്റർ. റേറ്റ് എങ്ങനെയാണ്? ഇത് 490 വരും. ഇത് VXI പ്ലസ് ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അൺലോക്ക് ആണോ? ഡോർ വൈസറെല്ലാം ചെയ്തിട്ടുണ്ട്. ഓ, അതായത് ഇവിടെ ഒരു ക്രോം ഫിനിഷിലുള്ള ഡോർ പാഡും അതുപോലെ ബാക്കിലുള്ള ഒരു സ്പോയിലർ ഒക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവർ ഒക്കെ സ്റ്റോക്ക് സീറ്റ് കവർ തന്നെയാണല്ലേ? അതെ അതെ, സ്റ്റോക്ക് ആണ്. അപ്പൊ മറ്റേ വണ്ടിയേക്കാളും അതേ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ആ വണ്ടി കുറച്ചുകൂടി നീറ്റാണ് കേട്ടോ. അതായത് ഇത് യൂസ് ആയതിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയിലുള്ള എല്ലാ പ്രത്യേകതകളും ഇതിലുണ്ട്. ഇൻഫോർടൈൻമെന്റ് വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ വണ്ടി കയറി ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ല് കീപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടികളൊക്കെ എപ്പോഴും നല്ല വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് ഇടും എപ്പോഴും, എല്ലാ വണ്ടി. ഓക്കെ. പിന്നെ ഈ റോഡ് സൈഡ് പൊടിയുടെ ആ ഒരു പ്രശ്നമുണ്ട്. അത് അപ്പോഴേ പൊടിയടിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? ഇത് 2022 വണ്ടി. 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. റേറ്റ് 490 വരും. 490 ആണ്. നെഗോഷ്യബിൾ ആണ്. റേറ്റ് പറയുന്ന റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണ്. പറയുന്ന റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മാർക്കറ്റ് റേറ്റ് എന്തായാലും ഓക്കെ ആണ്. ബ്രോ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഈ കിടക്കുന്ന വണ്ടികൾ ചിലതൊക്കെ റേറ്റ് ആവാനുള്ള വണ്ടികളാണ്. അപ്പൊ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ റേറ്റ് ആവാത്ത വണ്ടികളാണ്. ജസ്റ്റ് കാണിച്ചത്. ഇത് സ്കോഡയാണ്. മോഡൽ എത്രയാണ്? 2015 മോഡലാണ്. 2015 മോഡൽ സ്കോഡ. ഇത് മോഡൽ വേരിയന്റ് ഏതാണ്? എലഗൻസ് പ്ലസ്. സ്കോഡ ഓട്ടോമാറ്റിക് എലഗൻസ് പ്ലസ് ആണ് കേട്ടോ. ഇതൊക്കെ റേറ്റ് ആവാത്ത വണ്ടികളാണ്. ഇതും അതുപോലെ തന്നെ. ഇത് നമ്മുടെ കേട്ടനാണല്ലേ? ഇത് 2018. ഇതൊക്കെ റേറ്റ് ആവുന്നതാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് റേറ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ. ഓക്കെ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഇതിൽ റേറ്റ് അവർ ഇട്ടിട്ടില്ല കേട്ടോ. റേറ്റ് ആവാത്തതാണ് റേറ്റ് പറയാത്തത്. പക്ഷെ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അപ്പൊ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് റേറ്റ് ആയ വണ്ടികൾ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഡ്യൂറക്ഷൻ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്റീരിയർ എക്സ്റ്റീരിയർ ജസ്റ്റ് പെട്ടെന്ന് എടുത്ത് കാണിച്ചു വിടാം. പിന്നെ വീഡിയോ ലാസ്റ്റ് ഒരു മാരക സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു അത്യാവശ്യം നല്ല വണ്ടികൾ, അത്യാവശ്യം റെയർ വണ്ടികൾ, പുതിയ വണ്ടികൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം കേട്ടോ. ബ്രോ അടുത്തതായിട്ട് ഏത് വണ്ടിയാണ്? അടുത്തത് ഒരു കേട്ടനാണ്. ഇത് LXi ആണ് വരുന്നത്. 1000cc ആണ്. 1000cc ആണ്. LXi ആണ്. ബേസ് മോഡൽ ആണ്. പക്ഷേ അതിലെ പവർ വിൻഡോയും ആൻഡ്രോയിഡ് സ്ക്രീൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയർ നോക്കിയാലോ? നോക്കാം. ഇതിൽ നമ്മുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിന് 2 വർഷത്തെ വാറന്റി. ഓക്കെ, ഈ QR കോഡ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഇതിന്റെ സർട്ടിഫിക്കേഷൻ അറിയാനായിട്ട് പറ്റും. 2021 മോഡൽ, പെട്രോൾ, മാനുവൽ ട്രാൻസ്മിഷൻ, ഫസ്റ്റ് ഓണർ, ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഇൻഷുറൻസ് അടുത്ത 2 വർഷം കൂടെ ഉണ്ടല്ലേ? 2026 വരെ ഉണ്ട്. ഓക്കെ, 2026 വരെ ഇൻഷുറൻസ് ഉള്ള ഓൾട്ടോ LXi ആണ് കേട്ടോ. അതായത് ബേസ് മോഡലാണ്, പക്ഷേ അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഫുൾ ഓപ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ നോർമൽ വിൻഡോ ആണ് വരുന്നത്, അതിനെ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല, നമ്മുടെ ഫുൾ ഓപ്ഷനിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. ഫ്രണ്ടിൽ 2 പവർ വിൻഡോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ് തോന്നുന്നത്, ലെതർ സീറ്റ് ഒക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കളർ ബ്ലൂ കളർ ആണ് കേട്ടോ, നല്ല ഗ്ലോസി ആയിട്ടിരിക്കുന്ന ബ്ലൂ കളർ ആണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ? ഇത് നമുക്ക് 4.5 വരും. 4.5. ഓക്കെ, ഇതിന്റെ കളർ വന്നിട്ട് നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന, നല്ല ഫിനിഷിംഗ് ഇരിക്കുന്ന ഒരു ബ്ലൂ കളറാണ്. 4.5 ആണ് കേട്ടോ. 2023 മോഡല്. കിലോമീറ്റർ എത്രയാണ്? 20,000 കിലോമീറ്റർ. വെറും 20,223 കിലോമീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ്, അതായത് മഹീന്ദ്രയുടെ ഓൺ ഡീലർഷിപ്പ് ആണ്, വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഡീലർഷിപ്പ് ആണ് കേട്ടോ. കസ്റ്റമേഴ്സിന് വന്ന് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഏത് മെക്കാനിക്കലാണോ കൊണ്ടുവന്ന് ഇത് എല്ലാം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന വണ്ടികളാണ്. ഓക്കെ ഓക്കെ. ഇവരുടെ തന്നെ ടീം സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് ഇതൊരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ മൊത്തമുള്ള ഗ്രൂപ്പാണ്. അവർ ഡീലർഷിപ്പ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ വണ്ടികളെടുത്ത് നിങ്ങൾക്ക് ഏത് ജില്ലയിൽ പോയാലും അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് വണ്ടികളുടെ വാറന്റി കിട്ടും കേട്ടോ. അതായത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ കിട്ടും. അത് ഇവിടെ തരുന്ന ഡീലർഷിപ്പിലും തരുന്ന ഉറപ്പാണ്. സോ അടുത്ത വണ്ടി ഏതാണ്? അടുത്തതും ഓൾട്ടോ ആൾട്ടോ 800 2018 വണ്ടി. ഓൾട്ടോ 800 ആണ്, 2018 വണ്ടിയാണ്. ഓക്കെ, അതായത് ഒരു പഴയ മോഡൽ വണ്ടിയാണിത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? LXi ആണ് വണ്ടി. LXi ആണ്, ബേസ് വേരിയന്റ് ആണ്. പക്ഷേ ഇത് സെൻട്രൽ ലോക്ക്, റിവേഴ്സ് സെൻസർ എല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് സെൻസർ ചെയ്തിട്ടുണ്ട്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് ഇന്റീരിയർ നോക്കാം. സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ്, പക്ഷെ കമ്പനി സീറ്റ് കവർ ആണ് കേട്ടോ. കമ്പനി സീറ്റ് കവർ അല്ലേ ഇത്? ഓൾട്ടോയുടെ തന്നെ കമ്പനി സീറ്റ് കവർ ആണ്. ഫ്രണ്ടിൽ 2 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ 2 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഒരു മിഡിൽ ഓപ്ഷൻ നമുക്ക് പറയാല്ലേ, ഒരു മിഡിൽ VXi വേരിയന്റ് പോലെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. LXi VXi ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മിറർ മാത്രം മാറ്റില്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ. കിലോമീറ്റർ എത്രയാണ് ബ്രോ? 32,000 കിലോമീറ്റർ ഓടി. 32,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് എങ്ങനെയാണ്? ഇത് 3.4 വരും. 3.4. ഓക്കെ, 3.4 രൂപയാണ് കേട്ടോ ഈ കിടക്കുന്ന ഓൾട്ടോയുടെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. 2018 വണ്ടിയാണ്. 19 വണ്ടിയാണ്. 18 മാനുഫാക്ചറിംഗ്, 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ ടെസ്റ്റ് നമുക്ക് അത് ആ ഒരു ഇതിൽ കിട്ടുമല്ലേ? മാനുഫാക്ചർ വെച്ചാണ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ ഓക്കെ. ഈ കിടക്കുന്നത് ഓൾട്ടോ തന്നെയാണ്. ഓൾട്ടോ കൂടുതലാണല്ലേ? പുതിയ വണ്ടികളാണ്. കാരണം ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പൊ വാഗണർ എടുക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു ഓൾട്ടോ ഒക്കെ മുതലാണ് കേട്ടോ. കാരണം വാഗണറും ഓൾട്ടോയ്ക്ക് ഇപ്പൊ ഒരുപോലെയാണ്. ഒരേ എഞ്ചിനാണ്, 1000cc എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ ബ്രോ? ഇത് 2023 8 മാസം വണ്ടിയാണ്. 2023 8 മാസം വണ്ടിയാണ്. VXi പ്ലസ് ആണ്. പുതിയ വണ്ടികളാണ്. പുതിയ വണ്ടി. ഇത് 10,000 കിലോമീറ്റർ ആയതേ ഉള്ളൂ. 10,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണല്ലേ? സോ 2023 മോഡലാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണല്ലോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കാണാൻ പറ്റുന്നത് പോലെ ഞാൻ കാണിച്ചു തരാം. കാരണം ലൈറ്റിംഗ് ഇല്ല. പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പവർ വിൻഡോ നമ്മുടെ ഗിയറിന്റെ അടുത്തായിട്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണ്. ഇത് ഫുൾ ഓപ്ഷൻ തന്നെയല്ലേ? ഫുൾ ഓപ്ഷൻ. VXi പ്ലസ് ആണ് വണ്ടി. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. VXi പ്ലസ് ആണ് കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പുതിയ മോഡൽ സ്റ്റിയറിംഗ് കൺട്രോൾ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതിൽ ഇരുട്ടായിട്ട് കാണാൻ പറ്റൂല. ബാക്കിലത്തെ സീറ്റ് കവർ ഉണ്ടോ, അതിന്റെ കവർ പോലും അഴിച്ചിട്ടില്ല. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ. അപ്പം ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ വരുന്നത്? ഇത് 5.15 വരും. 5.15. ഇതിന്റെ പുതിയ വണ്ടി റേറ്റ് എത്രയൊക്കെ വരും? പുതിയ വണ്ടി 6 രൂപയ്ക്ക് മുകളിൽ വരും. 6 രൂപയ്ക്ക് മുകളിൽ വരും. ഫുൾ ഓപ്ഷൻ. VXi പ്ലസ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പുതിയ വണ്ടി എടുക്കുന്നേക്കാളും മുതലാണ്. അതുപോലെ ഓടിയിട്ടില്ല. പുതിയ വണ്ടിയുടെ വാറന്റി വരണുണ്ട്. പുതിയ മാരുതി നിലവിലുണ്ട് വണ്ടിക്ക്. ഓക്കെ 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 ഓക്കെ. ഈ കിടക്കുന്നത് കിഡാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് വൈറ്റ് കിഡാണ് കേട്ടോ. ഇതിനും സർട്ടിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. ആക്ച്വലി അതിലൊക്കെ സർട്ടിഫിക്കേഷൻ ഒട്ടിച്ചിരുന്ന ഇളവി പോയതാണല്ലേ?
ഇതിൽ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത വണ്ടികളെന്ന് വിചാരിക്കരുത്, അതൊക്കെ എട്ടിച്ചെറുത് ഇളവിപ്പോയതാണ്. കാരണം 2-3 വണ്ടികൾ സർട്ടിഫിക്കേഷൻ ചെയ്യാനുണ്ട് ഇവിടെ. ചെയ്യാനുണ്ട്. ഓക്കെ, അത് കസ്റ്റമേഴ്സ് വരുമ്പോ അവര് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇളക്കിയിട്ട് ഒട്ടിക്കാൻ മറന്നുകൊണ്ടാണല്ലേ? ആയിരിക്കും. അത് വണ്ടി വന്നതേ ഉള്ളൂ, വേറൊരു ഷോറൂമിൽ കിടന്നതാണ്. ആ ഷോറൂമിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മാറ്റി ഇടുമല്ലോ ഓരോരോ. നമ്മുടെ ഓൾ കേരള ഷോറൂം ഉണ്ട്, നമ്മുടെ തന്നെ ഡീലർഷിപ്പില്. ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്, വെമ്പായത്തുണ്ട്, കൊട്ടാരക്കര. നമുക്ക് 3 ഷോറൂം നമ്മളെ തന്നെ ഡീലർഷിപ്പിലുണ്ട്. അതായത് ഇതിന്റെ ഓണർക്ക് തന്നെ ഇത്ര 3 ഷോറൂം ഉണ്ട്. അപ്പൊ മാറ്റി അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി കസ്റ്റമേഴ്സിന് കാണാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ. ഓക്കെ ഓക്കെ. അതുപോലെ കസ്റ്റമേഴ്സിന് വണ്ടി നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. അതായത് കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഏത് സ്റ്റേറ്റിലാണ്? തിരുവനന്തപുരം, കേരളത്തിലെ ഏത് ജില്ലയിലായാലും നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് ഡിസ്ട്രിക്റ്റിലായാലും വണ്ടി ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ ഈ കിഡ് അതുപോലെ നമ്മുടെ സർട്ടിഫിക്കേഷൻ ആണ്, QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓണർ ആണ്. 2019-20 വണ്ടിയാണ്. 2019-20 വണ്ടിയാണ്. 33,916 കിലോമീറ്റർ ആണ്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. വണ്ടി അത്യാവശ്യം ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. കാരണം നമ്മുടെ സിറ്റി റൈഡിന് ഇപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കംഫർട്ട്. കുറച്ച് കൂടുതൽ നമുക്ക് വണ്ടി സെയിലാവുന്ന വണ്ടി കിഡ് ഓട്ടോമാറ്റിക് ആണ് പ്രിഫർ ചെയ്യുന്നതും ഓട്ടോമാറ്റിക് തന്നെയാണ് എല്ലാവരും. സോ ഇത് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. 2019 വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. നല്ല കിഡിലൻ വണ്ടിയാണല്ലേ? ഓക്കെ, ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇത് പയ്യന്മാർക്ക് പറ്റിയ വണ്ടിയല്ലേ, അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. അതുപോലെ തന്നെ ഈ വണ്ടിയും നമുക്ക് ലാസ്റ്റ് കാണിക്കാം. അടുത്ത് വേറെ ഏതാണുള്ളത്? അടുത്ത് നമുക്ക് വെന്യൂ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ വെന്യൂ അത്യാവശ്യം കാണാനായിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലേ? 2019 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഇത് സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഓ, വെന്യൂന് സൺറൂഫ് വരുമല്ലോ? ഫുൾ ഓപ്ഷൻ സൺറൂഫ് വരും. ഓക്കെ. 2019 വണ്ടിയല്ലേ? 2019 വണ്ടിയാണ്. ഇത് KL20 ആണ് കേട്ടോ. അതായത് നമ്മുടെ നെയ്യാറ്റിങ്കര വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുള്ളവർ എടുക്കാനായിട്ട് കുറച്ച് മുൻഗണന കാണും. ഇതേ കണ്ടോ, ഇതൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇളവ് വീണിരിക്കുന്നതാണ്. ഇളവുന്നതാണല്ലേ? ഓക്കെ. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. മേലെ കണ്ടോ, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ ആണ്. താക്കോല് നമുക്ക് ഇന്റീരിയർ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ ആണ് കേട്ടോ. അത് മാത്രമല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹ്യുണ്ടായുടെ ഓൺ സീറ്റ് കവർ ഒക്കെ, അതായത് വണ്ടിയുടെ കളറിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു റെഡ് കളർ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. ബാക്കിലും സീറ്റ് കവർ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് സീറ്റ് കവർ മാത്രമല്ല ഇന്റീരിയർ, ബാക്ക് ഇന്റീരിയറും അത്യാവശ്യം നീറ്റ് ആണ് കേട്ടോ. ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്റ്റോക്കായിട്ട് വരുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പറഞ്ഞുണ്ട്. അതുപോലെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നീറ്റ് ആണ് കേട്ടോ. അതായത് ഒരു പുതിയ വണ്ടിയുടെ പോലെ തന്നെ ഇതിന്റെ കസ്റ്റമർ ഈ വണ്ടി കൊണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പുതിയ വണ്ടി പോലെ തന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. 31,856 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 31,856 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ടാവും. ഒരു പുതിയ വണ്ടിയുടെ ഫീൽ ഒക്കെ തന്നെ തരുന്നുണ്ട്. പുതിയ വണ്ടിയാണ് കേട്ടോ, അങ്ങനെ തന്നെ പറയാം. കാരണം അത്രയും നീറ്റ് വണ്ടികളാണ് ഇവിടെ എടുക്കുന്നത്. അത്രയും നീറ്റ് വണ്ടികൾ നോക്കി ഇവർ എടുക്കുന്നതാണ്. സോ നമുക്ക് ഇതിന്റെ റേറ്റ് എത്രയാണ് നമ്മുടെ ബ്രോയോട് ചോദിക്കാം. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ വരുന്നത്? ഇതുവരെ നമുക്ക് 8,400 വരും. 2019 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 31,000 കിലോമീറ്റർ അല്ലേ? 8,400. ഇത് നെഗോഷ്യബിൾ അല്ലേ? ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇവിടെ ഉള്ള എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഉണ്ടല്ലോ. കാരണം നമ്മള് നിർത്തിയ വണ്ടി, അതായത് ഫോർഡ് ഫിഗോ അതേപോലത്തെ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യില്ല ആരും. ഫോർഡിന്റെ വണ്ടി, ഷവർലെറ്റിന്റെ വണ്ടികൾ ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അതുപോലെ ഇവിടെ ഇറങ്ങുന്ന വണ്ടികൾക്ക് എല്ലാം ഫിനാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത് കിടക്കുന്ന ബെലീനോ അല്ലേ? ഇതെങ്ങനെയാണ്? ഇത് 2017 ഡെൽറ്റ ആണ്. റേറ്റ് ആയിട്ടില്ല വണ്ടി. വണ്ടി വന്നതേ ഉള്ളൂ. 38,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഡെൽറ്റ ആണ്. അതായത് ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ മിഡിൽ വേരിയന്റ്. ഓക്കെ. ഇത് നമുക്ക് വന്നിട്ട് ഫുൾ ഓപ്ഷൻ അല്ലേ? അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ബൊലേറോ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് ബൊലേറോ വന്നിട്ട് 2017 വണ്ടിയാണ്. 81,000 കിലോമീറ്റർ. 81,000 കിലോമീറ്റർ. ഇതിലും നമ്മുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ നോക്കി അറിയാം. 81,000 കിലോമീറ്റർ, ഡീസൽ, മാനുവൽ ട്രാൻസ്മിഷൻ, സെക്കൻഡ് ഓണർ ആണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, ഇൻഷുറൻസ് നിലവിൽ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ബ്രോ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ വരുന്നത്? ഇതുവരെ നമുക്ക് 6,400 വരും. 6,400. വണ്ടി നല്ല കിടിലൻ വണ്ടിയല്ലേ? പക്കാ കണ്ടീഷനാണ്. പവർ പ്ലസ് എഞ്ചിൻ ആണ്. ഓക്കെ. ബൊലേറോ ഡീസൽ വണ്ടികളെ ഉള്ളൂ, പക്ഷെ വണ്ടികൾ കിട്ടാൻ റയറാണ്. ഇതില് ഏറ്റവും കൂടുതൽ കിട്ടാൻ റയർ ആയിട്ടുള്ള DI എഞ്ചിൻ വരും. അതായത് പണ്ടത്തെ വണ്ടി 2013 വരെ ഇറങ്ങിയ വണ്ടിയാണ്. 2,500 cc ആണ് വണ്ടി വരുന്നത്. പിക്കപ്പിന്റെ എഞ്ചിനാണ്. ഓക്കെ ഓക്കെ. ഇത് 1,500 cc. ഇത് 1,500 cc. ഒരു ഫാമിലി വണ്ടി. ഓക്കെ. എന്ന് എടുക്കാൻ പറ്റിയവർക്ക് പറ്റിയ വണ്ടിയാണ്. പക്ഷെ അത്യാവശ്യം നോയ്സ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഡീസൽ ആയതുകൊണ്ട് നോയ്സ് വരുമല്ലേ? ഓക്കെ. അടുത്തുള്ളത് വാഗണർ അല്ലേ? വാഗണർ എത്ര വണ്ടി ഉണ്ട് ഇവിടെ ഇപ്പൊ നിലവില്? നമുക്ക് ഒരു വണ്ടിയേ ഉള്ളൂ.
ബ്രോ ഇവിടെ ഡെലിവറി എല്ലാ ദിവസവും ഒരു വണ്ടികളും ഇവിടെ ഡെലിവറി എന്തായാലും ഉണ്ടല്ലോ? നമുക്ക് ഏകദേശം മാസം എങ്ങനെ പോയാലും ഒരു 10-30 കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്യും. അത് ടാർഗറ്റ് അല്ല, പക്ഷെ നമുക്ക് ഇറങ്ങുന്നത് ഉറപ്പാണ്. നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ട്, അതിനനുസരിച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് വാറന്റി മാത്രം ചോദിച്ചിരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അത് എപ്പോഴും വീഡിയോ കാണുന്ന നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ, നമ്മള് പുതിയ വണ്ടിയായാലും സെക്കൻഡ് വണ്ടിയായാലും നല്ല വണ്ടിക്ക് എന്നും വില കൊടുക്കണം. അതായത് നല്ല വണ്ടിക്ക് എന്നും വില കൊടുക്കണം. ഇപ്പം എല്ലാവരും അറിഞ്ഞു പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തായിരുന്നെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് എത്ര രൂപ കുറയും എന്നാണ്. നമുക്ക് വാറന്റി ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം എല്ലാവരും അങ്ങനെയാണ് വാറന്റി ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ്. ഇപ്പം എല്ലാവരും ഒരു ബാറ്ററി വെച്ചപ്പോൾ എത്ര ദിവസം കിടക്കുമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുമ്പോൾ പോലെ വണ്ടി പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്താണ് വണ്ടി കൊടുക്കുന്നത്. അതായത് വണ്ടി കാണുന്ന കണ്ടീഷൻ അല്ല, വണ്ടി കസ്റ്റമർ ഡെലിവറി ചെയ്യുമ്പോൾ ഫുൾ പോളിഷ് ഓക്കെ ആയിരിക്കും, പുതിയ വണ്ടി ഇറങ്ങുന്നത് പോലെ. അതുപോലെ നമുക്ക് ഇവിടെ വെച്ചാണല്ലോ വണ്ടി കൊടുക്കുന്നതൊക്കെ. വണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ആൾക്കാരെ കൊണ്ടുവരുന്ന അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. കസ്റ്റമർ നമ്മുടെ ഈക്കോ ഡെലിവറി വീഡിയോ ഉണ്ട്. ഓക്കെ. ഈക്കോ ആക്ച്വലി ഞാൻ വന്നപ്പോഴാണ് വണ്ടി ഡെലിവറി ഇറങ്ങിയത്. അപ്പം ആ ഒരു വീഡിയോ നമുക്ക് ഇടാം. ഇയോൺ കാണാൻ പറ്റിയ വണ്ടി നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഇയോന്റെ വീഡിയോ കാണാൻ നമുക്ക്. ഓക്കെ. അപ്പൊ ഇതിന്റെ വാഗണർ എങ്ങനെയാണ്? 2021 വണ്ടിയാണ്. 2021 വണ്ടിയാണ്. ഇതിന് 2 വർഷത്തെ വാറന്റി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2 വർഷത്തെ വാറന്റി നമ്മുടെ സുസുക്കിയുടെ വാറന്റി ആണ്. അല്ല, നമ്മുടെ വാറന്റി ഉണ്ട്. സുസുക്കിക്ക് വാറന്റി ഉണ്ടല്ലോ. തീർന്നു. 3 വർഷം മാരുതി വാറന്റി വരുള്ളൂ. മാരുതിക്ക് 3 വർഷമാണ് വാറന്റി വരുന്നത്. ഓക്കെ. ഇനി ഷോപ്പ് വാറന്റി 2 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനും സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ഇതിലെല്ലാം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ഈ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ അറിയാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓണർ ആണ്. 42,213 കിലോമീറ്റർ ആണ്. പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. 2021 മോഡലാണ്. 1000 cc വണ്ടിയാണ് കേട്ടോ. VXI. വാഗണറിൽ വേറെ CC ഉണ്ടോ? വാഗണറിൽ LXI വരും, VXI വരും, പിന്നെ ZXI പ്ലസ് വരും. അതിൽ CC ഒന്നേനാണോ? 1000 cc. നമുക്ക് പിന്നെ 1.2 എഞ്ചിനും ഉണ്ട്. 1.2 ഉണ്ട്. 1.2 ഉണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 5.25 വരും. 5.25. നമുക്ക് അടുത്ത് എന്തായാലും സെലീരിയും കൂടെ ജസ്റ്റ് നോക്കിയാലോ? നോക്കാം. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? 2022 വണ്ടി. 2022 ആണ്. ബ്ലൂ കളറാണ്. മാരുതിയിൽ പല പല വേരിയന്റ് ഇറങ്ങുന്നുണ്ടല്ലേ? ഗ്രാനൈറ്റ് ഗ്രേ വരും. ഇത് വന്നിട്ട് ബ്ലൂ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? ഇത് വന്നിട്ട് 2022 10,000 കിലോമീറ്റർ. ZXI പ്ലസ്. ഇതും സർട്ടിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. 2022 ZXI പ്ലസ് ഫുൾ ഓപ്ഷൻ. അലോയ് വീലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുസുക്കിയുടെ അലോയ് വീലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? പുഷ് സ്റ്റാർട്ട് ആണ് വരുന്നത്. ഓട്ടോ ഫോൾഡ് മിറർ. ഓക്കെ. ഇതെന്താണ് ബ്രോ? ഇതില് നമുക്ക് കീ നമ്മുടെ പോക്കറ്റിൽ മതി. പ്രസ് ചെയ്ത് അൺലോക്ക് ആവും. ഓക്കെ. വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ. അപ്പം ഇതും നമ്മൾ അതുപോലെ തന്നെ എഞ്ചിൻ പുഷ് സ്റ്റാർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നതല്ലേ? അപ്പൊ എഞ്ചിൻ പുഷ് സ്റ്റാർട്ട് ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ട്. നല്ല കിഡിലൻ മീറ്ററും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ ആണ് കേട്ടോ. സീറ്റ് കവറൊക്കെ സ്റ്റോക്ക് സീറ്റ് കവറാണ്. മാരുതിയുടെ ഒഫീഷ്യൽ സീറ്റ് കവറാണ്. നീറ്റാണ് വണ്ടി. ഫുൾ പക്ക നീറ്റാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? ഇത് 2022 10,000 കിലോമീറ്റർ. പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടിയാണ്. അതായത് മാരുതി ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടിയാണ് സെലീരിയോ. 26 അടുപ്പിച്ച് 25-26 മൈലേജ്. ഓക്കെ. അപ്പം ഒരു ഡീസൽ വണ്ടി നോക്കുന്ന ഒരു നല്ല വണ്ടി. പെട്രോൾ വണ്ടിക്ക് ഡീസൽ വണ്ടിയുടെ മൈലേജ് കിട്ടും. ഓക്കെ. ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. ഇത് റേറ്റ് എങ്ങനെയാണ് ബ്രോ വരുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 6.5 വരും. 2022 കിലോമീറ്റർ 10,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. അലോയ് വീലും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് KL80 ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത് കേട്ടോ. അടുത്ത് വേറെ ഏത് പറയാം? നമുക്കൊരു 1000 cc ഇയോൺ കിടപ്പുണ്ട്. അതാണ് ഈ റെഡ് ആണ്. ഓക്കെ. ആ റെഡ് ആണല്ലേ? 1000 cc ആണ്. ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണല്ലേ ബ്രോ? ആക്ച്വലി ഡോക്ടർ യൂസ്ഡ് വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും വണ്ടി. ഇതില് ഫേക്ക് ഒരുപാടുണ്ടല്ലേ? അതാണ് ആ വണ്ടിയുടെ ഒരു വാല്യൂ പോയത്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണ് ബ്രോ? ഇത് 1000 cc ആണ്. സാധാരണ ഇയോൺ വന്നിട്ട് 800 cc ആണ് വരുന്നത്. ഇത് 1000 cc ആണ്. ഹാഫ് എഞ്ചിൻ. ഓക്കെ. ഇത് ഓപ്ഷൻ വരുന്നത് ഫുൾ മിഡിൽ ഓപ്ഷൻ മാഗ്ന പ്ലസ് ആണ്. നമുക്ക് എന്തായാലും ഇന്റീരിയറും കൂടെ ജസ്റ്റ് നോക്കാം. സീറ്റ് കവർക്ക് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണല്ലേ? ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ പറഞ്ഞിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് കേട്ടോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുള്ള സീറ്റ് കവറൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നീറ്റ് സീറ്റ് കവർ ആണ് കേട്ടോ. ഒരു വണ്ടിയുടെ അതേ ഫിനിഷിംഗിൽ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ഗിയർ കവർ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ റീസെന്റ് ചെയ്തിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ തന്നെ പാഡിങ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? ഇത് 2015 വണ്ടിയാണ്. മാഗ്ന പ്ലസ് 2015 വണ്ടി.
റേറ്റ് വരുന്നത് 268 വരും. കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. വെറും 38,000 കിലോമീറ്റർ 2015. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്, അതുകൊണ്ടാണ് റേറ്റ് കുറഞ്ഞത്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ഉണ്ട് ഇവിടെ കുറവാണല്ലോ ആക്ച്വലി. തേർഡ് ഓണർഷിപ്പ് റെയർ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് വിറ്റ് പോകുന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് എടുത്തിരുന്നത്, അല്ലാതെ വണ്ടികൾ എടുത്തിടൂല. ഇല്ല. ഈ ഓണൊക്കെ നമുക്ക് ചോദിച്ചു വരും, 1000 cc ഒക്കെ കേട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പം ഇതൊക്കെ റേറ്റ് ആവാത്ത വണ്ടികളാണ്. ഓക്കെ, ഇതൊക്കെ റേറ്റ് ആവാത്ത വണ്ടികളാണ് കേട്ടോ. ഒരു സാൻഡ്രോ കൂടെ, അത് 2020 വണ്ടിയാണ്. 2020 വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സാൻഡ്രോ ഇതിനിടയ്ക്ക് പുതിയതായിട്ട് വണ്ടി ഇറങ്ങി തുടങ്ങി 2018 ആ ഒരു ടൈമിലല്ലേ? അത് പഴയ സാൻഡ്രോ നിർത്തലാക്കിയതിന് ശേഷം ഇറങ്ങിയത്. ആക്ച്വലി എന്റെ ഇരിക്കുന്നത് സാൻഡ്രോ ആണ് കേട്ടോ, അതായത് പഴയ മോഡലാണ് എന്റെ ഇരിക്കുന്ന ഒരു സാൻഡ്രോ. ഇത് പുതിയ മോഡലാണ് കേട്ടോ. ഇന്റീരിയർ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. അതുപോലെ നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, അതായത് കമ്പനിയായിട്ട് സ്റ്റോക്ക് ആയിട്ട് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിലോമീറ്റർ നോക്കുമ്പോൾ 51,323 കിലോമീറ്റർ ആണ് അതിൽ കാണാൻ പറ്റും. സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, കമ്പനി സീറ്റ് കവർ അല്ല, എക്സ്ട്രാ ചെയ്തിട്ടുള്ള സീറ്റ് കവർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബ്രോ? ഇത് 2020 51,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഒറ്റ കൈക്ക് 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, റേറ്റ് കാര്യങ്ങൾ ഇത് നമുക്ക് 4,15 വരും. 4,15, 4,15,000. നമുക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വണ്ടികളും പറഞ്ഞു തീർന്നു. അപ്പം ഇനി ഇവിടത്തെ പ്രത്യേകതകളൊന്ന് പറഞ്ഞുതരാമോ ബ്രോ? ഇവിടുത്തെ പ്രത്യേകം മെയിൻ ആയിട്ടുള്ള 2 വർഷത്തെ വാറന്റി തന്നെയാണ്. ഓൾ ഇന്ത്യ നമുക്ക് 2 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഡെലിവറി നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, കസ്റ്റമർ വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെലിവറി ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കസ്റ്റമർ ലോഞ്ചും കാര്യങ്ങളുണ്ട്, ഓഫീസ് അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഈ ലൊക്കേഷൻ കറക്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബാദലാപുരം ജംഗ്ഷനും വെടിവെച്ച കോവിലിനും ഇടയ്ക്കായിട്ടാണ് കേട്ടോ. വെടിവെച്ച കോവിൽ സിഗ്നലിൽ തൊട്ട് മുന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഷോപ്പിന്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ്, ഗുഡ് ചോയ്സ് ആൻഡ് പ്രീ ഓൺഡ് കാസ് എന്ന് പറഞ്ഞിട്ട് കാർ ആൻഡ് ബൈക്ക് എന്നാണ് ഷോപ്പിന്റെ പേര്. കാർ ആൻഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ സൈറ്റ് ആണ് കേട്ടോ, അതായത് ഇതിൽ കാറും ബൈക്കും ഉണ്ട്. ഇത് മഹേന്ദ്രയുടെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. ഇതിൽ കയറുവാണെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയേണ്ട പറ്റും. ഡീറ്റെയിൽസ് എല്ലാം അറിയേണ്ട പറ്റും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പം ഞാൻ ഈ വീഡിയോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു സർപ്രൈസ് സാധനം ഈ വീഡിയോ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഗൈസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ആയിട്ട് നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. അതാണ് ഈ ഒരു സർപ്രൈസ് നമ്മുടെ ചുറ്റും കിടക്കുന്നതാണ്. ഇത് കിയയുടെ സോണറ്റ് ആണ്, ഇത് കിയയുടെ തന്നെ കാരൻസ് ആണ്, ഈ കാണുന്നത് ഹ്യുണ്ടായി എക്സ്റ്റർ ആണ് കേട്ടോ. സോ ഇത് മൂന്നും ഒരു റയർ വണ്ടികളൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് കേട്ടോ. കാരണം ഇത് മൂന്നും സെക്കൻഡ്സ് വണ്ടികളാണ്. പക്ഷേ ഇതിൽ ഈ കാണുന്ന 2 വണ്ടി, അതായത് നമ്മുടെ എക്സ്റ്ററും കാരൻസും നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. 2023 വണ്ടിയാണ് കേട്ടോ. ഇത് 2023 16,000 കിലോമീറ്റർ ഓടിയ കാരൻസ് ആണ്, സിംഗിൾ ഓണർ ആണ് കേട്ടോ. ഇത് 2023 8,600 കിലോമീറ്റർ മാത്രം ഓടിയ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ് രണ്ടും. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇത് മാനുവൽ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക്കൽ വണ്ടി ഇത് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഓട്ടോമാറ്റിക് വണ്ടി എന്തുകൊണ്ട് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം ഇനി നമ്മുടെ വരുന്ന സിറ്റി റൈഡിലൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി നല്ലതാണ്. ഇത് കിയയുടെ സോണറ്റ് ആണ്, 2021 മോഡലാണ്, 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ്, നമ്മുടെ മുടവപ്പാറ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ ഓൺ റോഡ്, അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റിയ പ്രൈസ് 998 ആണ് കേട്ടോ. അതായത് 9,98,000 രൂപയാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കാം. കാരണം നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു പ്രൈസ് കൂടുതലല്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടി വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം കേട്ടോ. കാരണം ഓതറൈസ്ഡ് ഡീലർഷിപ്പാണ്, അതുപോലെ മഹേന്ദ്രയുടെ ഓൺ ഡീലർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചെടുക്കാം. ഗ്യാരണ്ടീഡ് വെഹിക്കിൾസ് ആണ് കേട്ടോ. പിന്നെ വണ്ടിക്ക് വാറന്റി ഇവരും തരുന്നുണ്ട്, കമ്പനി വാറന്റി ഉണ്ട് കേട്ടോ. സോ ഇത് ഹ്യുണ്ടായി എക്സ്റ്റർ 998 ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. 2023 മോഡലാണ്, 8,600 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് കിയ കാരൻസിലോട്ട് പോവാം. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 14,95 ആണ് കേട്ടോ. 14,95,000 രൂപയാണ് ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. വില നെഗോഷ്യബിൾ ആണ്, എല്ലാ വണ്ടിക്കും നെഗോഷ്യബിൾ ആണ്. 14,95,000 രൂപയാണ് ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. 2023 16,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, 2023 മോഡലാണ് കേട്ടോ. സോ നോക്കി നിൽക്കണ്ട, വേണമെന്നുള്ളൊരു ജസ്റ്റ് പെട്ടെന്ന് കോൺടാക്ട് വന്നെടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത് നമ്മുടെ കിയ സോണറ്റ് 2021 മോഡലാണ്, 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,60,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ. ഇവിടെ നിന്ന് തരുന്ന പ്രൈസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് കൂടുതലാണെന്ന് തോന്നാം, പക്ഷേ ഗ്യാരണ്ടീഡ് വെഹിക്കിൾ ആണ് എല്ലാം. കിയയുടെ, അതായത് കിയയുടെ 2 വണ്ടി ഇപ്പം കിയയുടെ അണ്ടർ വാറന്റിയിലാണ്, പിന്നെ ഷോപ്പിന്റെ വാറന്റി ഉണ്ട്. അതുപോലെ എക്സ്റ്ററിനും നമ്മുടെ ഹ്യുണ്ടായുടെ വാറന്റി ഉണ്ട്, അതുപോലെ തന്നെ ഷോപ്പിന്റെ വാറന്റി ഉണ്ട് കേട്ടോ.
പ്രൈസ് ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇത് 995 ഇത് 1495 ഇത് 1165 കേട്ടോ. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്ത് വീഡിയോ. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തതെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം റെയർ വണ്ടികളെന്ന് ഞാൻ പറയാനില്ല, പക്ഷെ നല്ല വണ്ടികളാണ് കേട്ടോ. കാരണം നമുക്കൊക്കെ എടുക്കാൻ ആഗ്രഹം തോന്നുന്ന വണ്ടികളാണ്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ. അതുവരേക്കും ബൈ ബൈ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ വണ്ടിക്കാര്യം മാത്രം. സോ കാറും ബൈക്കും അവിടെ ഉണ്ട് കേട്ടാ. തീർന്നിട്ടില്ല കേട്ടാ, ഒരു സാധനം കൂടെ ഉണ്ട്, i20. അതും കൂടെ ജസ്റ്റ് കണ്ടിട്ടോ കേസ്. ഇതാണ് നമ്മൾ അടുത്ത സർപ്രൈസ് കേട്ടാ, Hyundai i20. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു Hyundai i20 ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 മോഡൽ i20 ആണ്. 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പയ്യന്മാർക്ക് വേണ്ടിയാണ്, സ്പോർട്സ് ആണ് കേട്ടോ വണ്ടി. സ്പോർട്സിൽ പറഞ്ഞ വണ്ടിയാണ്, Hyundai i20 ആണ്. എനിക്ക് തോന്നുന്നു പയ്യന്മാരെല്ലാവരും പെട്ടെന്ന് കൈ വയ്ക്കുന്ന ഒരു സാധനമാണ് Hyundai i20 സ്പോർട്സ്. കാരണം സ്പോർട്സ് മോഡലാണ്, സ്പോർട്സ് പർപ്പസ് ആണ്, BHP കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ പവറാണ് മെയിൻ കാര്യം. സോ Hyundai i20 ആണ്, സ്പോർട്സ് ആണ്, 2018 മോഡലാണ്, 50,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ റേറ്റ് ഒന്ന് നിങ്ങൾ ഗസ് ചെയ്യട്ടോ. ഗസ് ചെയ്തിട്ട് കറക്റ്റ് റേറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എനിക്കും കിട്ടും കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള പ്രൈസാണ്. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ മാർക്കറ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. 2018 50,000 കിലോമീറ്റർ ഓടിയ Hyundai i20 പെട്രോൾ വണ്ടി, സ്പോർട്സ് വണ്ടിയാണ് കേട്ടോ, സ്പോർട്സ് എഡിഷൻ ആണ്. ഇനി ഇതിന്റെ ഇന്റീരിയറും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഇന്റീരിയർ നമുക്ക് കാണിച്ചു കൊടുക്കാം. ലെതർ ഫിനിഷ്ഡ് സീറ്റ് ആണ് കേട്ടോ പറഞ്ഞ. സീറ്റ് ലെതർ ഫിനിഷ്ഡ് സീറ്റ് ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ലെതർ ഫിനിഷ്ഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കൂളിംഗ് ലീഗൽ കൂളിംഗ് ആണ് കേട്ടോ, അതായത് 50-70% ആണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള കൂളിംഗ്. ഇനി ഈ വണ്ടിയുടെ മെയിൻ കാര്യം അലോയ്. നമ്മുടെ GTR Proയുടെ അലോയ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ള. 4 അലോയും GTR Proയുടെ ആണ്. അതുപോലെ ഹബ്ബ് റെഡ് ചെയ്തിട്ടുണ്ട്, അതാണ് മെയിൻ പ്രത്യേകത. ഹബ്ബ് റെഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വണ്ടി വരുന്ന KL22 കഴക്കൂട്ടം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ട്രിവാൻഡ്രംകാർക്ക് ഒരു മുൻഗണനയുണ്ട്. KL22 കഴക്കൂട്ടം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ റൂഫിൽ ബ്ലാക്ക് ടിൻറ്റിൻ വരെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ചെയ്തിട്ടുള്ള വണ്ടിയാണ്. Hyundai i20 സ്പോർട്സ് എഡിഷൻ ആണ്. സോ ഈ വണ്ടി നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടാൻ പോണേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അതിനേക്കാളും റേറ്റ് കുറച്ചിട്ടായിരിക്കും ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോണം. അപ്പോൾ ഈ വണ്ടിയുള്ള അറിയാലോ, നമ്മുടെ ട്രിവാൻഡ്രം മുടവർപ്പാറ, അതായത് നമ്മുടെ ഇവിടെ ശങ്കാവിൻ്റെ അടുത്തുള്ള കാർ ആൻഡ് ബൈക്കിന്റെ ഷോറൂമിലാണ്. Hyundai ഫസ്റ്റ് ചോയ്സിലാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കേട്ടോ. മാരക സാധനമാണ് കിട്ടിയ. അതായത് ഈ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് മുതലാവുന്ന ഐറ്റമാണ്. ഈ ഒരു വണ്ടി അത്രയ്ക്ക് ഓക്കെയാണ്. 2 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും 2 വർഷത്തെ വാറന്റി ഒക്കെ ഈ ഒരു വണ്ടി കയറുന്നുണ്ട്. സോ ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. സോ ഇത്രയേ ഉള്ളൂ ഈ വണ്ടിയുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.